ലില്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കറി വയ്ക്കാനായിട്ട് കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 6 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് സബോള എടുത്തിട്ടുണ്ട്. തക്കാളി, നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറി വയ്ക്കാനായിട്ട് നമുക്ക് പോവാം വീഡിയോയിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് വരഞ്ഞ് കിട്ടാനാണ്. നമുക്കിതൊന്ന് വരഞ്ഞ് കൊടുക്കാം. നമ്മൾ മുട്ടയൊന്ന് വരഞ്ഞിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. നമുക്ക് അതിന് ഉപ്പും മുളകും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് നല്ല സെറ്റായി വരും. കറി വരാണ്ടിട്ട് കഴിഞ്ഞാൽ ഉപ്പും മുളകൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ ഇത്, അതിൻ്റെ 2ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ മുട്ട കറി വയ്ക്കുന്നത്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ ലേശം എടുത്തിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ കിടന്നൊന്ന് ഉപ്പൊക്കെ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തിളപ്പിക്കാൻ പാടില്ല. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകിയതാണ്. തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇത്തിരി നേരം ഒന്ന് കഴുകിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ടക്കോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വെബ്സൈറ്റിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.